ഹേയ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് വെച്ച് നടക്കുന്ന ഫ്ലവർ ഷോയും ഫെസ്റ്റും കാണുന്നതിനായിട്ടാണ്. ആദ്യം പോകുന്നത് ഫ്ലവർ ഷോ കാണാനാണ്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ഒരു വില്ലേജാണ് ഒരു സ്ട്രീറ്റ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വളരെയധികം ക്രൗഡുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഫ്ലവർ യൂസ് ചെയ്തിട്ട് പല രീതിയിലുള്ള രൂപങ്ങൾ അവരിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കുക. എന്നിട്ട് ഈ വീഡിയോസ് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പം നമ്മൾ ഇനി കയറുന്നത് ഒരു ടണലിനകത്തോട്ടാണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് വളരെ മനോഹരമായിട്ട് തന്നെ അവരതിനെ നിർമ്മിച്ചിട്ടുണ്ട്. ഫാമിലീസ് എല്ലാം ഇവിടെ വന്ന് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു അത്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എല്ലാം ഇവിടെ നിന്ന് എടുത്തിരുന്നു. കൂടുതൽ ഉള്ളിലോട്ട് പോകുന്തോറും വിവിധ നിറങ്ങളുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്ത് വളരെ ഭംഗിയിൽ തന്നെ പല രൂപങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ല വാട്ടർ ഫൗണ്ടേഷനും അതേപോലെ തന്നെ ഫിഷ് പൗണ്ടും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അവിടെ വീണ്ടും പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പകുതിയിലാണ് കാണാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും അവിടെ ഓരോന്ന് അവരിപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട്, എന്നാലും കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സെക്ഷനാണ് കേട്ടോ. ഒരുപാട് പൂക്കൾ വെച്ചിട്ടുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആൾക്കാരുടെ തിരക്കുണ്ട്. അതിനനുസരിച്ചിട്ട് ഇവിടെ ഇതേ ഒരുപാട് സ്റ്റോളുകളുണ്ട്. സ്റ്റോളിൽ നിന്ന് ഇതേ ഞങ്ങളുടെ കൂടെ മണിക്കുട്ടി ഉണ്ട്. മണിക്കുട്ടി ഇതേ വാച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ് വാങ്ങിയിരുന്നു. കുട്ടികൾക്കെല്ലാം പറ്റുന്ന ഒരുപാട് നിറയെ ടോയ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയാണ് ഫ്ലവർ ഷോയുടെ സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അത് 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം ലഞ്ച് എല്ലാം കഴിഞ്ഞ് ആണ് പോയത്. 150 രൂപയാണ് അവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിൻ്റെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു ഫാൻറ്റസി വേൾഡാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഇഷ്ടാവുന്ന രീതിയിൽ വളരെ മനോഹരമായിരുന്നു കേട്ടോ. ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാട്ടർഫോൾസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫെസ്റ്റിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു അത്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമാവുന്ന ഒരു സെക്ഷനായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾ മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് അവിടെ കളിക്കാനെല്ലാം അധികം സൗകര്യം എല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ വാട്ടർഫാൾസ് കാണുമ്പോൾ നമുക്ക് നയാഗ്ര വാട്ടർഫാൾസ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി അവർ ഏറെക്കുറെ ഒപ്പിച്ചിട്ടുണ്ട് ഈ നയാഗ്ര പോലെ ആക്കാനായിട്ട്. എനിവേ ഇതൊരു നല്ലൊരു വാട്ടർഫാൾസ് തന്നെയാണ്.
കുട്ടികൾക്ക് വന്ന് കളിക്കാനും അത് മുതിർന്നവർക്കായാലും അവർ വന്ന് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ, കൂടെയുള്ള ആൾക്കാരാണെങ്കിലും. അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ നിന്ന് റീൽസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും മണിക്കുട്ടിക്ക് ആ ഒരു സെക്ഷൻ വളരെയധികം ഇഷ്ടമായി കേട്ടോ. അവൾ കുറേ നേരം അവിടെ കളിച്ചിരുന്നു. നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് ഇല്ലാത്ത കാരണം അവിടുന്ന് വേഗം പോരേണ്ടി വന്നു. അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വാട്ടർഫോൾസ് കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമില്ല, പക്ഷെ അവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് DJ അമ്യൂസ്മെൻറ്റ് വാട്ടർഫാൾസ്. ഇത് ആക്ച്വലി നൈറ്റ് ഉള്ള ഒരു പരിപാടിയാണ്. നൈറ്റ് ഇവിടെ DJ ഉണ്ടാവും. ഈ വാട്ടർഫാൾസിന് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്ക് ഒക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ പല റീലുകളിലും കണ്ടിട്ടുണ്ടാവും ഇതേപോലെ. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നൈറ്റിലാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഡേയിലായി പോയി ഞങ്ങൾ വന്നത്. ഞങ്ങൾ എന്തായാലും അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ലൊരു സൺഡേ ആയിരുന്നു. ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു ദിവസമായി ആ ഒരു ദിവസം. ബൂം ബൂം റോബോട്ട്. അപ്പം നമ്മുടെ റോബോട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ ഈ റോബോട്ട് നമുക്ക് പലർക്കും പരിചിതമായിരിക്കും. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു റോബോട്ടാണ്. നമ്മൾ IPL ഒക്കെ നടക്കുമ്പോൾ ഗ്രൗണ്ടിലൂടെ നടക്കുന്ന റോബോട്ടുകളിലൊന്നാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇതിനെല്ലാം പുറമെ വളരെയധികം വൈവിധ്യമാർന്ന വിവിധ തരം സ്റ്റോളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റാളുകൾ എന്ന് പറയുമ്പോൾ ഒത്തിരി നമുക്ക് നടന്ന് കാണാനുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പലതരത്തിലുള്ള റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫാൻസി പാർക്ക് കാണാൻ വരുന്ന ഒരാളാണെങ്കിൽ ഈ റൈഡിലൊക്കെ കൂടി കയറണം. ഞങ്ങൾക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച് റൈഡുകളിലൊക്കെ കയറി. അങ്ങനെ ഈ ഒരു റൈഡോട് കൂടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു സൺഡേ ഫെസ്റ്റ് കാണാൻ പോവില്ല അങ്ങനെ അവസാനിക്കുകയാണ്. ഇത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.